അനിശ്ചിതത്വങ്ങൾക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. നിലമ്പൂർ സ്വദേശിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് മോഹൻ ജോർജ് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്ന അഭിപ്രായം ബി.ജെ.പിക്കും ബി.ഡി.ജെ.എസിനുള്ളിലും ശക്തമായിരുന്നു. ഇതിനിടെയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ മോഹൻ ജോർജ് പ്രവർത്തിച്ചു. ശക്തമായ മത്സരമുണ്ടാകുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി. ബി.ജെ.പിക്ക് അനുകൂലമായ വലിയ സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ക്രൈസ്തവരുടെ മനോഭാവം മാറിയല്ലോ, അവർക്ക് ബി.ജെ.പി അനുകൂലമായല്ലോ. കാരണം മോദിജി ചെയ്ത പ്രവർത്തനങ്ങൾ അത്ര നല്ലതാണ്, വലുതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. ബി.ജെ.പിക്ക് ഇന്ത്യയിൽ തന്നെ വലിയ അടിത്തറയില്ലായിരുന്നല്ലോ പണ്ട്, ഇപ്പോൾ വലിയ അടിത്തറയല്ലേ. ഇത് കേരളത്തിലും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിരുന്ന മോഹൻ ജോർജ് ഇന്നുച്ച തിരിഞ്ഞാണ് ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷാജു ചെറായനും ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി. മോഹൻ ജോർജ് പാർട്ടിയെ നിർണായക ഘട്ടത്തിലൊറ്റിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മലപ്പുറം ജില്ലാ ഘടകം കുറ്റപ്പെടുത്തി. എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ബന്ധമില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. അതേസമയം ബി.ജെ.പിക്ക് യു.ഡി.എഫ് ഡെപ്യൂട്ടേഷനിൽ നൽകിയ സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന് കേരള കോൺഗ്രസ് എം പരിഹസിച്ചു. 24 നിലമ്പൂർ.